ಬ್ಲಾಗ್ ಹಿಡ್ಕೊ ಏನ್ ನನಗೆ ಹೇಳ್ಕೊಡ್ತಾ ಒಂದೂ ಇಲ್ಲ, ಡೈರೆಕ್ಟ್ ಬಿಲ್ಲಿಂಗ್. ಹೀಲ್ಸ್ ಹಾಕೊಂಡ್ಬಿಟ್ಟಿದ್ದಾರೆ ಪಾಪ, ನಡೆಯೋಕ್ಕೂ ಆಗ್ತಾ ಇಲ್ಲ, ಓಡೋಕ್ಕೂ ಆಗ್ತಾ ಇಲ್ಲ. ಇದೆಂದ ಬ್ಯಾಗ್ ಅನ್ನು ಕುಟಿ ಸಣ್ಣಾಗಿದ್ದಾರೆ ಗೈಸ್, ಜಿಮ್ಮಿಗೆಲ್ಲ ಹೋಗಿ ಹೊಟ್ಟೆ ಎಲ್ಲ ಕರ್ಗಿಸಿದ್ದಾರೆ. ಬ್ರೋ ಇವಾಗ್ಲೇ ಕಣ್ಣಿಗ್ತಾ ಇದಾರೆ, ದಯವಿಟ್ಟು ಬನ್ನಿ ಹೋಗಿ. ನೋಡ್ತಾ ಇದಾರೆ MRP, ಅವಾಗ ನೋಡಿಲ್ಲ MRP. 30 seconds ಆಯ್ತು. ಹಲೋ ಗೈಸ್, ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ. ವೆಲ್ಕಮ್ ಬ್ಯಾಕ್ ಟು ಕೀರ್ತನ ರಾಜೇಶ್ವರಿ ಯೂಟ್ಯೂಬ್ ಚಾನಲ್. ಜಸ್ಟ್ ಇವಾಗ ಮೂವಿಗೆ ಹೋಗಿ ಮತ್ತು ಈವ್ನಿಂಗ್ ಇವಾಗ ಡಿನ್ನರ್ ಮುಗಿಸ್ಕೊಂಡು ನಾನು ಈ ವ್ಲಾಗ್ ಮಾಡ್ತಿರೋದು. ಸೊ ಇವತ್ತು ಏನು ವ್ಲಾಗ್ ಅಂದರೆ, ಅಮ್ಮಗುಟ್ಟಿಗೆ ಏನೂ ಐಡಿಯಾ ಇಲ್ಲ. ಸೊ ಅಮ್ಮಗುಟ್ಟಿ ಹಾಯ್ ಪರ. ನಮ್ಮ ಜೊತೆ ಇನ್ನೊಬ್ಬರು ಗೆಸ್ಟ್ ಇದ್ದಾರೆ. ನನ್ನದೇ ಮೈ ಹಸ್ಬೆಂಡ್, ನನ್ನ ಹಸ್ಬೆಂಡ್ ಇದ್ದಾರೆ ನನ್ನ ಜೊತೆ. സോ അമ്മ ഇന്ന് അമ്മുക്കുട്ടിക്ക് ഒരു ചാലഞ്ച് കൊടുക്കാം. ഇപ്പൊ എന്താ ചാലഞ്ച് അറിയോ? അറിയില്ല. സോ ചാലഞ്ച് വന്നിട്ട്, സോ ഇപ്പൊ നമ്മൾ ഒരു ഡ്രസ്സ് ഷോപ്പ് മുമ്പിലുണ്ട്. സോ ആ ഡ്രസ്സ് ഷോപ്പ് ഉള്ളിൽ ಎಂಟರ್ ಆಯ್ತ ಶೇಷಂ ನಾನು ಇವಾಗಲೇ ಹೇಳ್ತಾ ಇದ್ದೀನಿ ಗೈಸ್ ಈ ಚಾಲೆಂಜು, ಯಾಕಂದ್ರೆ ಟೈಮು ವೇಸ್ಟ್ ಮಾಡಂಗಿಲ್ಲ ಇವರು, ಅದಕ್ಕೆ. സോ ഷോപ്പ് ಎಂಟರ್ ആയിട്ട് ശേഷം അമ്മക്ക് ഞാൻ 5 മിനിറ്റ് കൊടുക്കും. 5 മിനിറ്റ് ഞാനിപ്പോൾ അവിടെ ഫിക്സ് ആയിരിക്കും, ടൈം ഫിക്സ് ആയിരിക്കും. 5 മിനിറ്റ് കൊടുക്കും. അമ്മക്ക് ഏത് ഡ്രസ്സ് വേണോ വാങ്ങാം. അമ്മക്ക് ഏത് ഡ്രസ്സ് വേണോ വാങ്ങാം. ഞാൻ 5 മിനിറ്റ് കൊടുക്കാം, അത്രേ ഉള്ളൂ. സൈസ് വലുതാണോ ചെറുതാണോ, പിന്നെ ബിൽ 5 മിനിറ്റ് ആയിട്ട് ശേഷം ഒന്നുമില്ല, ഡയറക്റ്റ് ബില്ലിങ്. അത് ചെറുതോ വലുതോ അത് എനിക്ക് കാര്യമില്ല, കേട്ടാ? അമ്മക്ക് ഓക്കെ, ഇത് അമ്മക്കാണ് ഞാൻ കൊടുക്കുന്നുണ്ട് ഒരു വലിയ ചാലഞ്ച്. ജസ്റ്റ് 5 മിനിറ്റ് ഷോപ്പ് ഉള്ളിൽ എൻ്റർ ആയിട്ട് ശേഷം എന്നോട് സമയമില്ല, ടൈമില്ല, ഞാൻ ടൈം ഓൺ ആക്കും. സ്റ്റാർട്ട് എന്ന് പറയും, അപ്പൊ തന്നെ 5 മിനിറ്റ് നമുക്ക് ഇഷ്ടമുള്ള എത്ര ഡ്രസ് വേണമെങ്കിൽ എടുക്കാം. ಏನ್ ಹೇಳ್ತಿದಾರೆ ಗೊತ್ತಾ, ಇವಾಗ್ಲೇ ಇಲ್ಲ ನೋಡಿ ಇಕ್ಕೊಂತೀನಿ ಅಂತ. ಬ್ರೋ ಇವಾಗ್ಲೇ ಕಣ್ಣಿಗ್ತಾ ಇದಾರೆ, ದಯವಿಟ್ಟು ಬನ್ನಿ ಹೋಗೋಣ. ಸೊ ಗೈಸ್, ಸೊ ಚಾಲೆಂಜ್ ಏನಂದ್ರೆ, ನಾ ಅಮ್ಮುಕುಟ್ಟಿಗೆ 5 ನಿಮಿಷ ಕೊಡ್ತೀನಿ. ಅಮ್ಮುಕುಟ್ಟಿಗೆ 5 ನಿಮಿಷ ಟೈಮ್ ಕೊಡ್ತೀನಿ. ಅವ್ರಿಗೆ ಯಾವ ಡ್ರೆಸ್ ಬೇಕೋ ತಗೊಬೋದು. ದಟ್ ಈಸ್ ದಿ ಚಾಲೆಂಜ್. ಇದುವರೆಗೂ ಅಮ್ಮುಕುಟ್ಟಿಗೆ ಆಟಾಡ್ಸಿಲ್ಲ. അമ്മക്കുട്ടി ചാലഞ്ച് ഇഷ്ടായോ? ഇപ്പൊ ഒന്നും നോക്കണ്ട, ഭയ ഇതെന്തെ കുറച്ച് എന്തിനു പേടി ನೋಡಿ ಗೈಸ್, ಕಣ್ಣೆಲ್ಲ ಹಿಂಗೆಲ್ಲ ಮಾಡ್ಕೊತಾ ಇದಾರೆ. ನೋಕಿಟ್ಟು ತಾಳ, ದಯವಿಟ್ಟು ನಿಮ್ಮ ಮೊಬೈಲ್ ಕೊಡಿ. ಸೊ ಟೈಮ್ തുടങ്ങിയിട്ടില്ല, നോക്കട്ടെ. ಇಲ್ಲ ಇಲ್ಲ ഇപ്പോട്ട് ನೋಡಿ ಗೈಸ್, ടൈം അമ്മക്ക് മനസ്സിലായല്ലേ? ഇഷ്ടമുള്ളത് നീ എടുക്കാം. ആദ്യത്തിലേക്ക് ഞാൻ നോക്കിയിട്ടുണ്ട്. ഓക്കെ, ദി ടൈം സ്റ്റാർട്ട്സ് നൗ. ಗೈಸ್ ಟೈಮ್ ನೋಡ್ತಿದ್ದೆ, ನೋಡೋಣ ಏನು ತಗೊಂತಾರೆ ಅಂತ. എന്നെ ചോദിക്കാൻ പാടില്ല, അമ്മക്ക് ഏത് ഇഷ്ടമാണോ അത് എടുത്തോ. ദയവിಟ್ಟು ಟೈಮ್ ಇಟ್ಕೊಳ್ಳಿ. ಅಯ್ಯೋಯ್ಯೋ ಜಾಸ್ತಿ ನೋಡ್ತಾ ಇದೆ. ಆಮೇಲೆ ಬಿಲ್ ನೋക്കണം, ಐ ಮೀನ್ ಸಾರಿ, ಪ್ರೈಸ್ ಟ್ಯಾಗ್ ನೋക്കണം. ಟೈಮ್ ಎത്ര? 30 seconds ആയി. അമ്മുകുട്ടി പ്രൈസ് ടാഗ് നോക്കണം. Maybe she saw the price tag and she's going and keeping back. Price നോക്കണ്ട, ഇത് ചാലഞ്ച്. അമ്മക്ക് ഏത് ഇഷ്ടം അതന്നെ. പ്രൈസ് നോക്കിക്കൂടാ, ഞാൻ ജസ്റ്റ് ഫണ്ണിയാ ജോക്ക് ആക്കിയതാ. അമ്മക്ക് ഏത് ഇഷ്ടം എടുത്തോ. ಅಯ್ಯೋ, ನನ್ನ ಕ್ಯಾಮ್ರಾ ಸೆಟ್ಟಿಂಗ್ ಇದಾಗ್ತಿದೆ. അമ്മേ വാങ്ങിക്കോ, പ്രൈസ് നോക്കണ്ട, പൈസ നോക്കണ്ട.
അതെനിക്കറിയില്ല ടൈം നോക്ക് 1 minute ആയി ഇന്ന് 4 minute ഉള്ളൂ വേഗം കയ്യേ കാലോ ಏನು ಓಡ್ತಿಲ್ಲ ಅಮ್ಮಗುಟ್ಟಿಗೆ ಅಮ್ಮಕ್ಕೆ ಏದು ಇಷ್ಟ ಆಯೋ ಅದೇ ಎಡ್ತೋ ಛೇ ಕಮ್ಮಿ ನೋಡಿ ಅಂತ ಹೇಳ್ಬಿಟ್ಟೆ ಪಾಪ ಕಮ್ಮಿನೇ ನೋಡ್ತಾ ಇದ್ದಾರೆ ಗೈಸ್ ಅಮ್ಮೆ ಏದು ಇಷ್ಟ ಆಯೋ ಅದು ಎಡ್ತೋ ಚಿಂದಿಕಣ್ಣ ഞാൻ കൊടുക്കാം അമ്മ പൈസ നോക്കട്ടോ അയ്യോ ദേവര് ആ എടുത്തോ 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 മീഡിയം സൈസ് മതിയാ ആ ദയവിട്ട് ಎಷ್ಟು ನಿಮಿಷ ಇದೆ ಇನ್ನು 2 minute ಆയി വേഗം ಓ ಭರ್ಜರಿ ಶಾಪಿಂಗು ನಮ್ಮ ಅಮ್ಮಗುಟ್ಟಿದು ഇഷ്ട ഞാൻ ബില്ലാക്കും വെറുതെ അല്ല ഞാൻ ശരിക്കും ബില്ലാക്കും സൈസ് നോക്കിട്ട് എടുത്തോ വേണ്ട വേണ്ട ഞാൻ ബില്ലാക്കും അമ്മേ ആ ആയിട്ടില്ല എടുത്തു വേഗം ഇത് സെറ്റുള്ളതാ വേണോ ആ പാൻറ് പിന്നെ ടോപ്പ് മിട്ട് രണ്ടും ഒന്ന് കളർ തന്നെ അമ്മ എടുത്തത് ഓക്കെ ആണോ സമയായ വാട്ട്സ് ദ ടൈം സമയായിട്ടില്ല വേഗം ശരി കൊടുത്തോ കൈ കൊടുത്തോ എൻ്റെ കൈക്ക് അയ്യോ ನೋಡಿ ഗൈസ് വേണ്ട വേണ്ട അമ്മേ ഞാൻ ಬ್ಲಾಗ್ എടുക്കೋ ಏನು ನನಗೆ ಹೇಳ್ಕೊಡ್ತಾ ಇದ್ದಾರೆ ಯು ನೋ ವಾಟ್ ಶಿ ಸೇ ಜಾಸ್ತಿ ಪ್ರೈಸ್ ತಗೊಂಡ್ಬಿಡೋಣ ಅದಾದ್ಮೇಲೆ ಎಕ್ಸ್ಚೇಂಜ್ ಮಾಡ್ಕೊಳ್ಳೋಣ ಅಂತ അതെടുത്താ ആ ഏത് വേണം വേഗം കളർ അവിടെ നോക്കണം അവിടെ നോക്കിന കളർ ഒരേ കളർ അമ്മ ചൂസ് ആക്കുന്നുണ്ട് ആ only 1 minute show the timer ಇನ್ನ 1 ನಿಮಿಷನೇ ಇರೋದು ಅಮ್ಮೆ ಇನ್ನ ಇಷ್ಟಯ್ಯ ಹಾ ಅದು ಬ್ಯಾಗಿൽ ಇട്ടോ ಆ ಬ್ಯಾಗಿൽ ಇನ್ನ ಹಾಫ್ ಆನ್ ಅವರ್ ಐ ಮೀನ್ 30 seconds ഉണ്ട് ಆಯ್ತಲ್ಲ വേഗം 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 ಇದು ಹೀಲ್ಸ್ ಹಾಕೊಂಡ್ಬಿಟ್ಟಿದ್ದಾರೆ ಪಾಪ ನಡೆಯೋಕ್ಕೂ ಆಗ್ತಾ ಇಲ್ಲ ಓಡೋಕ್ಕೂ ಆಗ್ತಾ ಇಲ್ಲ ಅದು ಸ್ಮಾಲ್ ಆನೆ സ്മോൾ തಗೊಂಡ್ರೆ ಪರವಾಗಿಲ್ಲ ആ നോക്കിയിട്ട് എടുക്കാനാ അമ്മ ഞാൻ ബില്ലാക്കും നെക്സ്റ്റ് എക്സൽ ഉണ്ട് വേഗം 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 ഇന്ന 3 minute 3 seconds ഉണ്ട് ആയി 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 അതൊക്കെ ആണോ അത് എക്സ്ട്രാ സ്മോൾ ആണ് ആ ഗൈസ് എക്സ്ട്രാ സ്മോൾ ആണ് ഇത് എക്സ്ട്രാ സ്മോൾ ആണ് ആവില്ല ഞാൻ ഉപയോഗിക്കണം ಗೈಸ್ ಇದು ಎಕ್ಸ್ಟ್ರಾ ಸ್ಮಾಲು ಸೊ ಅಮ್ಮಕುಟಿ ಬೇಡ ಅಂದರು ಬೇಡ ಆಣೋ ಅದಕ್ಕೆ ಸೊ ಇವಾಗ ಇಷ್ಟು ಡ್ರೆಸ್ ತಗೊಂಡಿದ್ದಾರೆ ഇതിൽ കൈയുണ്ടാ ആ ഉണ്ടാവും നോക്ക് ഉണ്ടാ ആ അപ്പോൾ ശരി ഇതൊന്ന് സൈസ് ആവുമല്ലോ പാൻറ്റില്ല അവിടെ എടുത്തതാ അമ്മ ഇങ്ങനെ വെച്ചോ സൈസ് എന്താ സൈസ് ഇത് ആ എൽ സൈസ് ಕ್ಯಾನ್ ಯು ಹೋಲ್ಡ್ ದಿಸ್ ಸುಮ್ಮನೆ ನಿಂತಿದ್ದೀರಾ ಇದು ಎಲ್ ಸೈಜ್ ಹಾಂ ನೆಕ್ಸ್ಟ್ ಒಂದಾಯಿತು ಗೈಸ್ ಇನ್ನೊಂದು ಇದು ಸೈಜ್ ಅದೇ ಸೈಜ್ ಏನೂ ನೋಡಿಲ್ಲ ಗೈಸ್ ಅಮ್ಮಕುಟಿ ಎಕ್ಸ್ಟ್ರಾ ಸ್ಮಾಲ್
പക്ഷെ അമ്മ ഇട്ട് നമുക്ക് ആവും, അത് ടൈറ്റ് ആവും. ടൈറ്റ് ആവും. അതിന്റെ ഇത് മാറ്റി. സൈസാ ആ സൈസ് ಏನು ಎಕ್ಸ್ಚೇಂಜ್ ಇಲ್ಲ. അപ്പൊ തിരിച്ചു വെച്ചോ. വേണോ വേണ്ട വേണോ ಇಲ್ಲ സൈസ് ಇಲ್ಲ. അപ്പൊ ഇത് വേണമെങ്കിൽ നമ്മൾ എടുക്കാം. ഞാൻ ನನಗಾಗುತ್ತೆ ಮತ್ತೆ ನನಗಲ್ಲ ಚಾಲೆಂಜ್, ಇದು ಅಮ್ಮಕ್ಕಾണ് ಚಾಲೆಂಜ್. ಇದು ಎಕ್ಸ್ಟ್ರಾ ಸ್ಮಾಲ್ ആണ്. വേണോ ಗೈಸ್ ಇದು ತಗೊಂತಿಲ್ಲ, ಯಾಕಂದ್ರೆ ಸೈಜ್ ಬಂದು ಎಕ್ಸ್ಟ್ರಾ ಸ್ಮಾಲ್. ಸೈಜ್ ಬಂದಿಟ್ಟು ಸ್ಮಾಲ್ ಎಲ್ಲ ಸ್ಮಾಲೇ ತಗೊಂಡಿದ್ದಾರೆ ಗೈಸ್. പക്ഷെ ആവല്ലേ നമ്മൾ നോക്കിട്ട് എടുക്കണ്ടേ തിരക്കിലാണെങ്കിൽ? തിരക്കിലായെങ്കിൽ നോക്കിട്ട് ഇറക്കണോ? ആവോ ആവോ ಆಗತ್ತೆ ಅನ್ಸುತ್ತೆ. ಓ ಇದು ಸೈಜ್ ಆಗಿಲ್ಲ ಅಂದ್ರೆ ನಂಗೆ ಬೇರೆದ್ ಬೇಕು ಅಂತ. എന്നാ മറ്റേ വലിയ സൈസ് എടുക്കാം അതിന്റെ ഒന്നിന്റെ. ಓಕೆ ಇದು ಎವರಿ ಬೇಕು. ಇದು ಎಲ್ ಸೈಜ್ ಬೇಕು. ಅದೊಂದಾಯ್ತು. അത് നല്ല രസമുണ്ട്. ಇದು ನಲ್ಲೇ ഉണ്ട്. സൈസ് എത്ര? ಇದು ಕರೆಕ್ಟ್ ಸೈಜ್ ಮೀಡಿಯಂ. ಮೀಡಿಯಂ ಆಗಿದೆ. രണ്ടെണ്ണായി. ಕರೆಕ್ಟ್ ನೋಡಿ ಗೈಸ್, ಇದು ಕರೆಕ್ಟ್ ಆವು ಗೈಸ್. ಅಮ್ಮಗುಟ್ಟಿ ಸಣ್ಣಾಗಿದ್ದಾರೆ ಗೈಸ್, ಜಿಮ್ಮಿಗೆಲ್ಲ ಹೋಗಿ ಹೊಟ್ಟೆ ಎಲ್ಲ ಕರಗಿಸಿದ್ದಾರೆ. ಸೊ ಎರಡನೇದಾಯ್ತು. ಇದು ಮೀಡಿಯಂ. ಎಲ್ಲ ಇಲ್ಲ ಮീഡിയം എല്ലാം ആവുള്ളൂ അമ്മക്ക്. അമ്മ എന്തിനു മീഡിയം എടുത്തു? അതെ ഇല്ല ഇത് അതിനില്ല. ഇതിലില്ല, അതിലില്ല ಗೈಸ್. ಇದು ಎಕ್ಸ್ಟ್ರಾ ಸ್ಮಾಲ್. ಪಾಪ ಏನೋ ಫುಲ್ ಅರ್ಜೆಂಟಲ್ಲಿ ಅವರು ಮೀಡಿಯಮು ಎಕ್ಸ್ಟ್ರಾ ಸ್ಮಾಲ್ ಚೂಸ್ ಮಾಡಿಬಿಟ್ಟಿದ್ದಾರೆ. ಅವ್ರು ಕರೆಕ್ಟ್ ಸೈಜ್ ಇದು ಎಕ್ಸ್ಟ್ರಾ ಸ್ಮಾಲ್ ಎಲ್ ಅವರು അതിന്റെ എല്ല് ಅವ್ರು ಕರೆಕ್ಟಾಗಿ ಎಲ್ ಸೈಜ್ ಚೂಸ್ ಮಾಡಿಲ್ಲ. ಪಾಪ ಏನೋ ಚೂಸ್ ಮಾಡಿಬಿಟ್ಟಿದ್ದಾರೆ. ಒಂದು ಅದಂಗೆ ಪಟ್ಟನೆ ನಾವು ಚಾಲೆಂಜ್ ಕೊಡ್ತೀವಿ. ಥ್ಯಾಂಕ್ ಯು. ಅಪ್ಪಳಲ್ಲ ಅದು ಚಾಲೆಂಜ್ ಆവുള്ളൂ. ಅದೇ ಅಪ್ಪತ್ತಾನೆ ಅದು ಚಾಲೆಂಜ್ ಆಗೋಳು. ಇವಾಗ ನೋಡ್ತಾ ಇದ್ದಾರೆ MRP, ಅವಾಗ ನೋಡಿಲ್ಲ. MRP ಯಾವ್ದು ಬೇಕೋ ಅದು ತಗೊಂಡ್ಬಿಟ್ರು. ಇಷ್ಟ ഒന്നെടുക്കായിരുന്നു കുറച്ച് വില കൂടി. ಮಧ್ಯೆ ಚಾಲೆಂಜ್ ಆಯಿ. ഇപ്പോൾ ടോട്ടല് 1 2 3 4 സ്ലീവ്ലെസ്. ഇത് ഏത് സൈസാ? ಇದೆಲ್ಲ. ಸೊ ಟೋಟಲಿ ಗೈಸ್ ಅಮ್ಮುಕುಟ್ಟಿ 4 ಚೂಸ್ ಮಾಡಿದ್ದಾರೆ. 4 ಬಿಲ್ಲು ಇಷ್ಟು ಬರುತ್ತೆ ಅಂತ ಬ್ಯಾಗ್ ಎಡ್ತಿಟ್ಲ ಮೋಳ ಪೇ ചെയ്യണ്ടിപ്പോ. ಇವಾಗ ನೋಡೋಣ ಗೈಸ್ ಬಿಲ್ ಇಷ್ಟು ಬರುತ್ತೆ ಅಂತ. ಮೇಡಮ್ ಬೇಕಾಗಿರೋದೆಲ್ಲ ತಗೊಂಡ್ಬಿಟ್ಟಿದ್ದಾರೆ. ಸೊ ಲೆಟ್ಸ್ ಸಿ ದ ಬಿಲ್. ಮೇಡಮ್ ಮೊದಲು ಗೈಸ್ ಇವಾಗ ಬಿಲ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಇಲ್ಲಿ ನೋಡಿ ಮೇಡಮು ಬ್ಯಾಗ್ಸ್ ನೋಡ್ತಾ ಇದ್ದಾರೆ. ಇವಾಗ ದಯವಿಟ್ಟು ಹೇಳ್ತಾ ಇದ್ದಾರೆ, ಇನ್ನು 10 ನಿಮಿಷ ಕೊಡಬೇಕಾಯ್ತು. ಏನಕ್ಕೆ 5 ನಿಮಿಷ ಕೊಟ್ಟೆ ಅಂತ. 10 ನಿಮಿಷ ಕೊಟ್ಟಿದ್ದಿದ್ರೆ ಇಡೀ ಶಾಪೇ ತೊಗೊಂಡ್ಬಿಡ್ತಾ ಇದ್ರು. ಇವಾಗಲೇ ಗೊತ್ತಿಲ್ಲ ಎಷ್ಟು ಬರುತ್ತೆ ಅಂತ. ನಾನೇನೋ ಸಡನ್ನಾಗಿ ಹೇಳಿದ್ರೆ ಏನೋ ಅಷ್ಟು ತೊಗೊಳಲ್ಲ ಅಂತ ಹೇಳ್ಬಿಟ್ಟು ಜಸ್ಟ್ 2,000 ಆಗುತ್ತೆ ಬಿಲ್ ಅಂತ ಅಂದ್ಕೊಂಡೆ. അറിയില്ല, നോക്കട്ടെ, കിട്ടുകൊತೀನಿ. 5 മിനിറ്റുള്ളിൽ. ഓഹോ, അത് 10 മിനിറ്റ്സ് കൊടുಬೇಕಾಯ್ತಂತ. ഞാൻ ചിന്തിച്ചു ഹൈപ്പർ മാർക്കറ്റ് കൊണ്ടുപോകാന്ന്. ഈ ഹൈപ്പർ മാർക്കറ്റ് ഇന്ന് വേണ്ട, 5 മിനിറ്റിൽ വേഗം എടുക്കാൻ പറ്റും. ಅಪ್ಪ ತಾನೇ ಎಡ್ಕೊಂಡ್ ಪಟ್ಟು. ಅದಾಂಡ ಅದು ತಟ್ಟಾನು ರಾಂಗ್ ಪ್ಲೇಸ್, ಅದು ಅದಕ್ಕೆ ಕರೆಕ್ಟ್ ಪ್ಲೇಸ್ ಸಿಕ್ಕಬಹುದು. ಸೊ കവർ വേണോ? വേണ്ട അല്ലേ, കാറുണ്ട്. 95. ಸೊ ಗೈಸ್ ಬಿಲ್ ಬಂದು ಇವಾಗ 4,196 ಆಗಿದೆ. ಆ್ಯಕ್ಚುಲಿ ನಾನು 8 or 9,000 ಆಗುತ್ತೆ ಅಂದ್ಕೊಂಡಿದ್ದೆ. ಶೀಸ್ ಲೈಕ್ വെറുതെ 4,000 വെറുതെ 4,000 സാരമില്ല, UPI നമുക്ക് ഡ്രസ് കിട്ടിയല്ലേ കുറെ. ಗೈಸ್ ಅಮ್ಮಕುಟಿ ಸ್ಯಾಡ್ ಆಗಿದ್ದಾರೆ ಗೈಸ್.
എടുത്തു. അമ്മ എന്തിനാ അമ്മ ഇത്ര വിഷമം? പേ ആയി. എടുത്തോ. ಹಾ ಪರ ವಿಷಯ ಉಂಟಾಯ್ತಲ್ಲ ಪಾಪ ಬೇಜಾರಾಗ್ತಿದ್ದಾರೆ ಗೈಸ್. ಅಮ್ಮ ಸಾರಲ್ಲ ಅಮ್ಮ ಕುಟ್ಟಿಗೆ ಇಷ್ಟ ಆಯ ಚಾಲೆಂಜ್ ಇಷ್ಟ ಅಲ್ಲಿ ಇಲ್ಲ ಇಷ್ಟ ಆಯ್ತು ಚಾಲೆಂಜು. ಆದ್ರೆ ಒಂದು ಬ್ಯಾಗ್ ನೋಡಿದೆ ಅದು ಇಷ್ಟ ಆಯ್ತು. ಅದು ಏನು ಬ್ಯಾಗ್ എത്ര 2000 ಅಪ್ಪ വേണ്ട ಏನು ಒಂದು 600-500 ಬ್ಯಾಗ್ ಅಂದ್ರೆ ಈಗ ಕೊಡ್ಸ್ಬೋದು ಗೈಸ್. 2000 ಬ್ಯಾಗ್ 800 ಸಾರಲ್ಲವಾ 800 ಅಲ್ಲ ಸಾರಲ್ಲ ಪಾಪ ಗೈಸ್. ನಮ್ಮ ಅಮ್ಮ ಕುಟ್ಟಿ ಕವರ್ ತಗೊಂಡಿಲ್ಲ ಗೈಸ್. ಹಂಗೆ ತಗೊಂಡು ಕವರ್ ಪೇಪರ್ ಬ್ಯಾಗ್ ಕೊಡ್ತಾರೆ. ಸರಲ್ಲ ವಾಂಗಿತ್ತು ಏದು ಇಷ್ಟ ಆಯ್ತು. ಓ ಇದಾ ಓ ಇದೇಂದೇನಿ ಅಮ್ಮ ಈ ಬ್ಯಾಗ್ ಏನಕ್ಕೆ ಗೈಸ್ ಇಷ್ಟಪಟ್ಟರು ನಮ್ಮಮ್ಮ ಕುಟಿ ಅಂತ ಗೊತ್ತಿಲ್ಲ. ഇതിൽ എന്താ ഉണ്ടെന്ന് ഇഷ്ടപ്പെട്ടു? ഇഷ്ടായ രസമില്ല അമ്മക്ക്. അത് മിററിൽ ഇട്ട് നോക്ക്. ഈ മിററ് ഇങ്ങനെ ഞാൻ ചിന്തിച്ചു ഇങ്ങനെയാണ്. ഞാൻ ഇതനുകൊണ്ടേ ഗൈസ് പോയി ആണ് പോലെ ചൂസ് ആക്കിയല്ലേ. അത് ഒരു സ്പോർട്സ് ബാഗ് പോലെ ആയി. അങ്ങനത്തെ വേണോ? ഇങ്ങനത്തെ ഇങ്ങനെ ഇതിൽ എന്താ ഇഷ്ടമായി അമ്മക്ക്? വേണ്ട. ഇതെന്താ ബാഗ് എന്ന് I thought this sandbag. Yeah. Wealthy. Yes. Guys, ಆದ್ರೆ ಮೈಕ್ ತಗೊಂಬಂದಿಲ್ಲ ಅದಕ್ಕೆ. ಇಲ್ಲ ಐಫೋನ್ ಅಲ್ಲ, ಬ್ರೌನ್ പൈസ നോക്കപ്പോ അധികല്ലേ 1600 എന്തോ. സോ നമുക്ക് ചാലഞ്ച് എങ്ങനെ തോന്നി? ഇഷ്ടായ? ഒരു വല്ലാതൊരു ചാലഞ്ചായി. ദേവിടಕ್ಕೆ ಇಷ್ಟಾಯ ಚಾಲೆಂಜು? ನಿಮ್ಗೇನು ಸಿಕ್ಕಿಲ್ಲ ಆದ್ರೆ ನಿಮ್ಮ ಅಮ್ಮಗೆ ಸಿಕ್ತಲ್ಲ ನಿಮ್ಮ ಅವ್ರ ಸೊಸೆಯಿಂದ. ದೇವಟ ನಿಮ್ಮ ಹೆಂಡತಿಯಿಂದ ನಿಮ್ಮ ಅಮ್ಮಗೆ ಒಂದು ಇದು ಸಿಕ್ತು. ಸೊ ಖುಷಿ ಆಗ್ಬೇಕಲ್ವಾ ನೀವು? ಚಾಲೆಂಜ್ ಏನು ಒಂದು 10 ನಿಮಿಷದಲ್ಲಿ ಮುಗೀತು ದೇವಟ. എന്താ 5 മിനിറ്റിൽ 4 ഡ്രസ്. യെസ്. എന്തിനായിരുന്നു അമ്മക്ക് ഇഷ്ടായിട്ടില്ല ചാലഞ്ച്? പൈസ ഇങ്ങനെ പോയതുകൊണ്ട് ഒരു വിഷമം. അമ്മ ഇടൂലേ? ಅಮ್ಮೆ ವೇಸ್ಟ್ ಹಾಕುಲ್ಲೋ ಗೈಸ್. ಇವತ್ತು ಬೆಳಿಗ್ಗೆನು ಅಚ್ಚ ಜೊತೆ ಹೋಗಿ 4-5 ಡ್ರೆಸ್ಸು ತಗೊಂಬಂದಿದ್ದಾರೆ. ಬೆಳಿಗ್ಗೆ ಹೋಗಿ ಕೈಗೆ ಇದು ಕರಿಮಣಿ ಚೇನು ಗೋಲ್ಡು, ಕಾಲಿಗೆ ಕಾಲ್ ಚೇನು, ಕೈಗೆ ಬ್ರಾಸ್ಲೆಟ್ ಎಲ್ಲ ಹೋಗಿ ತಗೊಂಬಂದ್ರು ಗೈಸ್. ಮತ್ತೆ ಬಟ್ಟೆ ಎಲ್ಲ ತಗೊಂಬಂದ್ರು. ಅದೇ ಹೇಳಿದ್ದು ನಾನು ಅನ್ಕೊಂಡೆ ಏನು ಅಮ್ಮ ಕುಟ್ಟಿಗೆ ಇವತ್ತು ಲಾಟ್ರಿ ಮೇಲೆ ಲಾಟ್ರಿ ಹೊಡಿತಾ ಇದೆ ಅಂತ. ನಾನು ಅದನ್ನೇ ನಾನು ಬರೀನಲ್ಲಿ 6 ഡ്രസ് വിത്ത് ഗോൾഡ്. അത് വാങ്ങിയല്ലേ? ಅದನ್ನೇ നമ്മളെ നന്നായിട്ട് നോക്കണമെന്ന് നമ്മൾ ಇದೆಲ್ಲ വാങ്ങിട്ട് കൊടുക്കുന്നുണ്ട്. ಕರೆಕ್ಟ್ ಅಲ್ಲ ದೇವಟ? ನಮ್ಮನ್ನ ಚೆನ್ನಾಗಿ ನೋಡ್ಕೊಬೇಕು ಅಮ್ಮ ಕುಟ್ಟಿ. ಅದಕ್ಕೋಸ್ಕರ ನಾವು ಇದೆಲ್ಲ ಕೊಡಿಸ್ತಾ ഇರೋದು. സോ അങ്ങനെ അമ്മുക്കുട്ടിക്ക് ഞാൻ ചിന്തിക്കുന്നുണ്ട് അമ്മ എന്തെങ്കിലും നമുക്ക് പൈസ കൊടുക്കണ്ടേ ಅಲ್ವಾ ಗೈಸ್? ಏನಾರು ಒಂದು ತಗೊಬೇಕಂದ್ರೆ ಕಾಸು ಕೊಡ್ಲೇಬೇಕು. ಅದಮ್ಮೆ ನೋಕರ ಏನೋ ವಾಂಗಪ್ಪ ಸೆಲೆಕ್ಟ್ ಮಾಡಾಗ ನೋಡ್ಬೇಕು. ಚಿಕ್ಕ ಪ್ರೈಸ್ ನೋಡಿ ತಗೋಬೇಕಾಯ್ತು. ಇಲ್ಲ ದೊಡ್ಡ
പക്ഷെ വാങ്ങണായിരുന്നു, അമ്മക്ക് ഇഷ്ടമെങ്കിൽ വാങ്ങണായിരുന്നു. You should try it. I want to edit for Instagram. ಓಕೆ, ಸೊ ಗೈಸ್ ಈ ವ್ಲಾಗ್ ನಾನು ಇಲ್ಲೇ ಎಂಡ್ ಮಾಡ್ಕೊತೀನಿ, ಬಿಕಾಸ್ ಇವಾಗ ನಾನು ಡ್ರೈವ್ ಮಾಡಬೇಕಾಗುತ್ತೆ. ಆ್ಯಂಡ್ ಈ ವ್ಲಾಗ್ ನಿಮ್ಗೆ ಇಷ್ಟ ಆಯ್ತು ಅಂತ ಅನ್ಕೊಂತೀನಿ. ಈ ಥರ ಒಂದು ಚಿಕ್ಕದಾಗಿ ದೊಡ್ಡವ್ರಿಗೆ ಚಾಲೆಂಜ್ ಕೊಟ್ಟು ಅದು ಆಸೆ ಆಗುತ್ತೆ, ಅವರು ಓಡಾಡೋದು, ಚೂಸ್ ಮಾಡೋದು, ಹಂಗೆಲ್ಲ ತಗೊಳ್ಳಾಗ ನನಗೇನೋ ಒಂದು ಒಳಗಡೆ ಖುಷಿ, ಬಿಕಾಸ್ it's worth making them happy. I hope you also keep your parents very happy. I hope you guys will keep your parents happy. And yeah, thank you for watching this vlog entirely. See you in next vlog.